വാട്സപ്പിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. വാട്സപ്പിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് അത്ര അറിയാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ടാവില്ല. അതുപോലത്തെ ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറുക, വാട്സപ്പ് നോക്കുക, അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ അപ്ഡേറ്റ് ഉണ്ട്, അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കുക. ഇനി അപ്ഡേറ്റ് ഇല്ലാത്തവർ നേരെ വാട്സപ്പിലേക്ക് കയറാം. അപ്പോൾ വാട്സപ്പിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ പ്രൊഫൈൽസ് ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സ് കാണുന്നില്ല, ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ്, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണിത്, നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഓപ്ഷൻ. ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സബ് ഓപ്ഷൻസ് ആയിട്ട് കുറെ ഓപ്ഷൻസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ള പറയാൻ കാരണം നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ക്ലിയർ കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ക്ലിയർ കൗണ്ട്, ഹോം സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ്, ഇവിടെ ക്ലിയർ കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ കാര്യം എന്തിനാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്താണെന്നുള്ളത്. അതായത് നമ്മളൊന്ന് ബാക്ക് ചെയ്ത് വന്ന സമയത്ത് ഇവിടെ കാണാം, നമുക്ക് വേണ്ടല്ലേ ഇത് വാട്സപ്പ് എന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് പല ആളുകൾ, ചില ഫ്രണ്ട്സുകളൊക്കെ അയക്കുന്നതൊക്കെ ഇവിടെ കുറെ കൗണ്ടുകൾ ഇവിടെ തന്നെ കാണിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലും ഇതേപോലെ തന്നെ നമ്മൾ നോക്കാത്ത ഗ്രൂപ്പിലൊക്കെയാണ് ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്ന് വല്ലാതെ ശല്യമായിട്ട് ഇങ്ങനെ അതവിടെ ഡിസ്പ്ലേ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് നോട്ടിഫിക്കേഷൻ കൗണ്ട് എന്നുള്ളത്. ഇത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഹോം സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ എന്ത് കാണിക്കില്ല, ആ കൗണ്ട് കാണിക്കില്ല.